ഏറെ ബഹുമാന ആദരവ് നിറഞ്ഞ ഈ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കലക്ടർ മായിനാജി സാഹിബ്, ജനറൽ സെക്രട്ടറി A അബ്ദുറഹ്മാൻ സാഹിബ്, MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് സാഹിബ്, NA നെല്ലിക്കുന്ന് MLA സാഹിബ്, AK മഷ്റഫ് സാഹിബ് അടക്കമുള്ള ഏറെ ബഹുമാന ആദരവ് നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ, MSFൻ്റെ സഹപ്രവർത്തകരെ, ഈ ചരിത്ര സമ്മേളനത്തിൽ സാക്ഷിയാകാൻ വേണ്ടി ജില്ലയിലെ വിവിധ പഞ്ചായത്ത് യൂണിറ്റുകളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഐക്യം, അതിജീവനം, അഭിമാനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് MSFൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഏറ്റവും മനോഹരമായി യൂണിറ്റ് തലങ്ങളിൽ പൂർത്തീകരിച്ചുകൊണ്ട് യൂണിറ്റ് നവാഗത സംഗമങ്ങളും പഞ്ചായത്ത് നവാഗത റാലിയും വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും പ്രതിനിധി സമ്മേളനങ്ങൾക്ക് ശേഷം ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ പ്രതിനിധി സമ്മേളനവും പുതിയ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷമുള്ള ജില്ലാ സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. MSFനെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റ് തലങ്ങളിലും പഞ്ചായത്തിലും മണ്ഡലങ്ങളിലും ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനോടുകൂടി പുതിയ തലമുറയ്ക്ക് MSFൻ്റെ നേതൃപദവി ഏറ്റെടുത്തതിനു ശേഷമുള്ള ഒരു ജില്ലാ സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി സാഹിബ് ഈ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ ജില്ലാ കമ്മിറ്റി സമ്മേളനത്തിൻ്റെ ഭാഗമായി 5 നിയോജക മണ്ഡലങ്ങളിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള വിദ്യാർത്ഥി റാലിയും ചങ്ങാതിക്കൂട്ടവും ഹരിത സംഘവും അടക്കം അനവധിയായ പ്രവർത്തനങ്ങളിലൂടെ പരിപാടികളിലൂടെ തുടക്കം കുറിച്ചുകൊണ്ട് അതിൻ്റെ സമാപന സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. MSFനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഏറ്റവും മനോഹരമായി പ്രവർത്തിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത് +1 സീറ്റിൻ്റെ വിഷയമായാലും മറ്റേത് വിഷയങ്ങളായും വിദ്യാർത്ഥി പ്രശ്നങ്ങളെ അതേറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാനും ആ നേടിയെടുത്ത അവകാശങ്ങളെ സംരക്ഷിക്കാനും കാസർഗോഡിൻ്റെ മണ്ണിൽ MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന സുസജ്ജമാണ് എന്ന് അഭിമാനത്തോടുകൂടി ഈ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും. എൻ്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ ജനറേഷൻ അരാഷ്ട്രീയവാദവുമായി നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ നാടുകളിൽ വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമ്മൾ അവരോട് രാഷ്ട്രീയത്തെ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ ഈ പൊളിറ്റിക്സിൻ്റെ ഭാഗമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ മുൻനിരയിൽ ക്യാമ്പസുകളിൽ നമ്മൾ ഉണ്ടാകണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ നാടുകളിൽ ലഹരി എന്ന് പറയുന്ന മഹാവിപത്ത് വരുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധം തീർത്തുകൊണ്ട് പുതിയ കാലത്തെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളിലാണ് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബ് വേദിയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന നമ്മൾ കണ്ടതാണ്. അവരുടെ സമ്മേളനത്തിലേക്ക്, അവരുടെ അഖിലേന്ത്യാ സമ്മേളനത്തിലേക്കും അവരുടെ ജില്ലാ സമ്മേളനത്തിലേക്കും സ്കൂളുകളിൽ നിന്ന് അവധിയെടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ ഭരണത്തിൻ്റെ പിൻബലത്തിൽ അവർ സ്കൂളുകളിലേക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ക്യാമ്പസിനകത്തിൽ നിന്നും അതുപോലെ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളെ ഇറക്കി അവരുടെ സമ്മേളനങ്ങൾ വിജയിക്കുമ്പോൾ
ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, ഇന്ന് പ്രവൃത്തി ദിവസമല്ല. ഈ കാണുന്ന പാരാപാരം വരുന്ന MSFന്റെ സഹപ്രവർത്തകർ അവർ സ്കൂളുകളിൽ നിന്ന് ലീവ് എടുപ്പിച്ച് കൊണ്ടുവരുന്നതല്ല. ആ ഒരു ഗതികേട് MSFനില്ല എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞങ്ങൾ ഈ കാസർഗോഡിന്റെ മണ്ണിൽ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഇലക്ഷനുകളിൽ കാസർഗോഡിന്റെ ക്യാമ്പസുകളിൽ ചരിത്രമാർന്ന വിജയം ഞങ്ങൾക്ക് സമ്മാനിക്കാൻ ഈ കാസർഗോട്ടെ ക്യാമ്പസ് എന്ന് പറയുന്നത് അത് വെറും MSFകാരനുമല്ല, നിഷ്പക്ഷമതികളായ വിദ്യാർത്ഥികൾ MSFനെ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് കാസർഗോഡിന്റെ വിവിധങ്ങളായ ക്യാമ്പസുകളിൽ ഞങ്ങൾ അഭിമാനക്കൊടി പാറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് എന്ന് ഈ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇനിയും പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട്. നിങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ച ഈ പച്ച പതാക അത് കാസർഗോഡിൻ്റെ മണ്ണിൽ പുതിയ തലമുറയുടെ കരങ്ങളിൽ അത് ഭദ്രമാണ് എന്ന് ഈ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പറയാൻ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിന് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി. ഞങ്ങൾ ഈ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ സമ്മേളനത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത്. ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നു, ഞങ്ങൾ ഈ ചരിത്രം ഇവിടെ കുറിക്കുമ്പോൾ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു അടിയാളപ്പെടുത്തൽ നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ഘാടകൻ ഞങ്ങളുടെ നായകൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആവണമെന്നുള്ളത്. അൽഹംദുലില്ലാ, അദ്ദേഹം ഇവിടെ എത്തുകയും ഈ മനോഹരമായ ജനക്കൂട്ടത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധനം ചെയ്യും. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ നായകൻ സയ്യിദ് താഹ തങ്ങൾ ചേരൂർ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബ്. അതുപോലെ മുഖ്യ പ്രഭാഷണം വഹിക്കുന്നത് ഞങ്ങളുടെ നായകൻ, കേരളത്തിലെ വിദ്യാർത്ഥി പടയുടെ അഭിവന്ദ്യനായ നായകൻ PK നവാസ് സാഹിബാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വേദിയിലുള്ള ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അജയ്യനായ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി സാഹിബ്. ഞങ്ങൾ ഈ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ ഞങ്ങളോട് എപ്പം ഒന്നിച്ചു നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏകീകരിച്ച മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി സാഹിബ്, അബ്ദുറഹ്മാൻ സാഹിബ്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് കണ്ട് ഞങ്ങളോട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എന്നെ നെല്ലിക്കുന്ന MLA, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ PM മുനീറാജ് സാഹിബ്, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ട്രഷറർ, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. AKM അഷ്റഫ് സാഹിബ് MLA, അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യഹിയ തളങ്കര, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന MSFൻ്റെ ട്രഷറർ അഷർ പെരുമുക്ക്, സംസ്ഥാന ഭാരവാഹികൾ അനസദർത്തോട്, ഇർഷാദ് മുഗരാൽ, അഖിൽ അനക്കയം, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികളായ KA ബക്കർ സാഹിബ്, AM കടവത്ത്, അഡ്വക്കേറ്റ് NA ഖാലിദ്, TA മൂസ സാഹിബ്, അബ്ദുറഹ്മാൻ, AGC ബഷീർ സാഹിബ്, M അബ്ബാസ്, AB ഷാഫി, TC റഹ്മാൻ സാഹിബ്, K അബ്ദുള്ള കുഞ്ഞി ചെർക്കളം, ഹാരിസ് ചൂരി, അഷ്റഫ് എഡ്നീർ, അസീസ് കളത്തൂർ, സഹീർ ആസിഫ്, ജാബിർ തങ്കയം, ഷൈദ റാഷിദ്, TK അസീബ്, സലാം വെളിഞ്ചം, സൈഫുദ്ദീൻ തങ്ങൾ കുന്നുങ്കൈ, ജംഷീർ മൊഗ്രാൽ, സർഫറാസ് ബന്ദിയോട്, ജംഷീർ ചിത്താരി അടക്കമുള്ള ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാർ, എൻ്റെ മുള്ള പ്രവർത്തകർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷന് വേണ്ടി താഹ തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.